നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കിട്ടിയ വോട്ടുകളുടെ ബലത്തിൽ ചില ചാനലുകളെയും കൂട്ടുപിടിച്ച് പി.വി. അൻവർ യു.ഡി.എഫിൽ പ്രവേശിക്കാനുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തിടുക്കപ്പെട്ട തീരുമാനം വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതോടെ അൻവർ വിഷയത്തിൽ ഉടനെങ്ങും മുന്നണിയിലും പാർട്ടിയിലും തീരുമാനങ്ങൾ ഉണ്ടാവില്ല. നിലമ്പൂരിൽ നിന്നും വിജയിച്ച ഷൗക്കത്തിനും അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് അത്ര താൽപ്പര്യമില്ലെന്നാണ് സൂചന. 2 ടൈം MLA ആയിരുന്നയാൾക്ക് കിട്ടുന്ന സ്വാഭാവികമായ വോട്ടാണ് അൻവറിന് കിട്ടിയതെന്നാണ് ഷൗക്കത്തിന്റെ പ്രതികരണം. അതിനപ്പുറം ഒന്നും അൻവറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അൻവറിന്റെ UDF പ്രവേശനം തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ്. അദ്ദേഹം നടത്തിയ 100 കണക്കിന് പത്രസമ്മേളനങ്ങളിൽ കൂടുതലും തനിക്കെതിരായിരുന്നു. താൻ അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നും ജനങ്ങൾ തീരുമാനിച്ചാൽ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്നും ഷൗക്കത്ത് കൂട്ടിച്ചേർത്തു. അതേസമയം അൻവറിനെ UDFിൽ എടുക്കുമോ എന്ന ചോദ്യത്തോട് നോ കമന്റ്സ് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ജനങ്ങളെ മറന്നുപോയ സർക്കാരിനുള്ള മറുപടിയാണ് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞത്. ഇനിയും LDF അത് തിരിച്ചറിയാതെ പോയാൽ അതിന്റെ ഗുണം കോൺഗ്രസിനാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷം പി.വി. അൻവറും UDF നേതാക്കളും മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലപാട് ഇതിൽ സതീശന്റേത് നിർണായകമാണ്. വി.ഡി. സതീശൻ നയിക്കുന്ന UDFിലേക്കില്ലെന്ന് അൻവർ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നത് വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സതീശനെതിരെ വിമർശനം ഉന്നയിച്ചതെന്നും വ്യക്തിപരമായ വിമർശനമല്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം അൻവർ വ്യക്തമാക്കിയിരുന്നു. അൻവറിനെ മുന്നണിയിലെടുത്താൽ ഭാവിയിൽ വലിയ തലവേദനയാകുമെന്ന അഭിപ്രായം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ശക്തമായി തന്നെയുണ്ട്. ഇവർ സതീശന്റെ നിലപാടിനെ ഉറ്റുനോക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ അൻവറിന്റെ പ്രസക്തി ഇല്ലാതായെന്നും ഈ നേതാക്കൾ കരുതുന്നു. അതേസമയം എങ്ങനെയെങ്കിലും മുന്നണിയിൽ കയറുക എന്നതാണ് അൻവറിന്റെ തന്ത്രം. സതീശന് വഴങ്ങാമെന്ന സൂചന നൽകിയത് അതുകൊണ്ടാണ്. നിലമ്പൂരിൽ പിണറായിസത്തിന്റെ അവസാന ആണിയടിക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ മരുമോനിസത്തിന്റെ അടിവേരറുക്കാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനോട് വ്യക്തിപരമായി വിരോധമില്ലെന്നും അൻവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വി.ഡി. സതീശനെതിരെ നിശിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ തന്നെ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായത് വീഴ്ചയാണെന്ന് ഇത്തവണ ലഘൂകരിച്ചു. എന്നാൽ അത് തന്നെ അപമാനിക്കുന്നതിന് സമാനമായിരുന്നുവെന്ന് പറയാൻ വിമുഖത കാണിച്ചില്ല. നേരത്തെ തന്നെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ബേപ്പൂർ സീറ്റ് വെച്ചു നീട്ടിയിരുന്നുവെന്ന് അൻവർ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം മലമ്പുഴ വാഗ്ദാനം ചെയ്തെന്നും പിന്നീട് അത് ബേപ്പൂരായെന്നുമായിരുന്നു അന്ന് അൻവർ പറഞ്ഞത്. തന്റെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകിയാണ് LDFിൽ നിന്ന് പുറത്തു വന്നത്. അതിനാൽ തനിക്ക് വീണ്ടും നിയമസഭയിലെത്താൻ ഒരു സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒട്ടും വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അൻവർ സതീശനെതിരെ രംഗത്തെത്തിയത്. തുടർന്നാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇനിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ.